കാര്യങ്ങളിൽ എത്തൂലല്ലോ, പങ്കെടുക്കും. മാത്രമല്ല അങ്ങനെ അയോഗ്യത വരാൻ പോകുന്നില്ല. അയോഗ്യതയൊന്നും ആർക്കും വരാൻ 101 കൗൺസിലർമാരിൽ ആർക്കും തന്നെ ഈ 5 വർഷം ഒരു അയോഗ്യതയും വരാൻ പോകുന്നില്ല. എന്തായാലും ഈ 5 വർഷവും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആരും തന്നെ അയോഗ്യരാവാൻ പോകുന്നില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ മുനിസിപ്പൽ ആക്ട് ഉണ്ട്. ഇവിടെ മുനിസിപ്പൽ ആക്ടിൽ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകും. 101 പേര്, ഞാൻ പറയുന്നത് 101 പേരിൽ ആരും തന്നെ അയോഗ്യരാകാൻ പോകുന്നില്ല. അല്ല, അതൊക്കെ കോടതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അവരുടെ അഭിഭാഷകർ വാദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വിധികളൊക്കെ വരുന്നത്. ഇത്തരത്തിൽ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കപ്പെടണം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട കോടതികളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ വിധികളൊക്കെ വരുന്നത്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. വേറെ ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ അത് രണ്ടാമതായിക്കോളൂ, അതൊരു ഇതായിട്ട് മാറും. ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരിക്കലും ആദ്യം നടക്കണ്ടേ? എന്തേ രാഷ്ട്രീയത്തിലോ? ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമപ്രവർത്തകനോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ തന്നെ സാധ്യതകൾ പലതും വരാറുണ്ട്.